വെൽക്കം. ഡോപ്ലർ എഫക്റ്റിൻ്റെ ഫസ്റ്റ് കേസ്, സോഴ്സ് ഈസ് അലോൺ മൂവിങ്. അതായത് സോഴ്സ് മൂവ് ചെയ്യുന്നു, ഒബ്സർവർ ഇവിടെ സ്റ്റേഷനറി ആയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ സോഴ്സും ഒബ്സർവറും ഒക്കെ മൂവ് ചെയ്യുന്നതിന് മുന്നേ രണ്ടും സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഒന്ന് നോക്കാം. അതിൽ ഒബ്സർവർ സ്റ്റേഷനറിയാണ്, അതുകൊണ്ട് തന്നെ വി ഒ എന്ന് പറയുന്നത്, വി ഒ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി ഒബ്സർവർ, അത് 0 ആണ്. ഇവിടെ സോഴ്സ് സ്റ്റേഷനറിയാണ്, അതുകൊണ്ട് തന്നെ വി എസ്, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദി സോഴ്സ് 0 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു വി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സൗണ്ടിൻ്റെ, അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏത് വേവാണോ അതിൻ്റെ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡിന് ഞാൻ ന്യൂ എന്ന് കൊടുത്തിരിക്കുന്നു. അതിനെയാണല്ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ന്യൂ ആണ്. അപ്പോൾ ഒബ്സർവർ സ്റ്റേഷനറിയാണ്, സോഴ്സും സ്റ്റേഷനറിയാണ്. ഇവിടുന്ന് ന്യൂ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നു. ഒബ്സർവറിന് കിട്ടുന്നതും ഏത് ഫ്രീക്വൻസിയാണ്? ന്യൂ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് തന്നെയാണ് ഒബ്സർവറും കേൾക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോഴ്സ് മൂവ് ചെയ്യുന്ന കാര്യം എടുക്കാം. സോഴ്സ് മൂവ് ചെയ്യുന്നത് ടുവേർഡ്സ് ദി ഒബ്സർവറാണ്. അപ്പോൾ ഒബ്സർവർ ഇവിടെയാണ്, സോഴ്സ് ഇതാണ്, ഇങ്ങോട്ടാണ് സോഴ്സ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു സെക്കൻഡിൽ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ കേസ് തന്നെ എടുക്കാം. ഒരു സെക്കൻഡിൽ ന്യൂ ഫ്രീക്വൻസി ഇത് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും സ്റ്റേഷനറി ആണെങ്കിൽ ന്യൂ ഫ്രീക്വൻസി എമിറ്റ് ചെയ്താൽ ഒബ്സർവറിന് കിട്ടുന്നതും ന്യൂ ഫ്രീക്വൻസി തന്നെയാണ്. എന്നാൽ ഇവിടെ സോഴ്സ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെക്കൻഡിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, സോഴ്സ് വി എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ അത് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഞാൻ വി എസ് സെക്കൻഡ് എന്ന് പറഞ്ഞ് വി എസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇത് വെലോസിറ്റി അല്ലായിരുന്നോ വി എസ്? സാധാരണ നമ്മൾ വെലോസിറ്റിയും ഡിസ്റ്റൻസും അറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലേ? ഇനി ടൈം ഇവിടെ എത്രയാണ്? 1 സെക്കൻഡ് ആണ്. അതുകൊണ്ട് വി ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ഡി വരും. സോ ഡിസ്റ്റൻസിന് ഈക്വലാണ് വെലോസിറ്റി, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡിൽ ഇത് ഈ ഒരു സോഴ്സ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നാൽ അതിൻ്റെ വെലോസിറ്റിക്ക് ഈക്വലാണ്, ദാറ്റ് ഈസ് വി എസ്. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ആ ടൈമിൽ തന്നെ, ആ 1 സെക്കൻഡിൽ തന്നെ എത്ര ഫ്രീക്വൻസി അത് റിലീസ് ചെയ്തു? ന്യൂ വേവ്, ന്യൂ ഫ്രീക്വൻസി അത് റിലീസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു സെക്കൻഡിൽ സംഭവിച്ചത്. ഓക്കെ, ഇനി നോക്കിയേ, ആദ്യം ഈ രണ്ടും സ്റ്റേഷനറി ആയിരുന്നു. അപ്പോൾ ഒറിജിനലി ഉണ്ടായിരുന്ന വേവിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇപ്പോൾ ഇതെന്താണ്, ഒന്ന് ഷ്രിങ്ക് ചെയ്തു, ഒന്ന് കംപ്രസ് ചെയ്തു ഈ വേവ്. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്ത് എന്ത് സംഭവിച്ചു? അതിൻ്റെ വേവ് ലെങ്ത്ത് കുറഞ്ഞു, അല്ലേ? ലാംഡ എന്ന് പറയുന്നത് ലാംഡ ഡാഷായി, അതായത് വേവ് ലെങ്ത്ത് കുറഞ്ഞു. ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ ഡാഷ്. വേവ് ലെങ്ത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, സോഴ്സ് ഒബ്സർവറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഫീൽ ചെയ്യുക? ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ പിച്ച് കൂടിയതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് കുറഞ്ഞു. അപ്പോൾ ആ വേവ് ലെങ്ത് കുറഞ്ഞ ആ വേവ് ലെങ്ത് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് പറയുന്ന പേര് അപ്പാരൻ്റ് വേവ് ലെങ്ത് എന്നാണ്. നമുക്ക് ഓൾറെഡി ഉള്ളൊരു ഇക്വേഷൻ അറിയാം. വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ, വെയർ വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദി വേവ്, ന്യൂ ഇസ് ദ ഫ്രീക്വൻസി ആൻഡ് ലാംഡ ഇസ് ദി വേവ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ലാംഡ എങ്ങനെ എഴുതാം? ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ ന്യൂ എന്ന് എഴുതാം, അല്ലേ? ബട്ട് ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്, ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ബാക്കിയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? വി മൈനസ് വി എസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? വി ആണ്. കാരണം എന്താണ്? ഇത്രയും ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ വേവ് കവർ ചെയ്തത്, സ്റ്റേഷനറി ആയിരുന്നു. അപ്പോൾ അതായിരുന്നു വി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ശരിക്കും ഇത് വെലോസിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് ആയെന്ന് മനസ്സിലായല്ലോ. കാരണം ഒരു സെക്കൻഡാണ് എടുക്കുന്നത്. 1 സെക്കൻഡ് ആയതുകൊണ്ടാണ് വെലോസിറ്റി ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ വി എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത് സോഴ്സ് കവർ ചെയ്തെങ്കിൽ ബാക്കി ഡിസ്റ്റൻസ്, ബാക്കി എത്രയാണ്? വി മൈനസ് വി എസ്, അല്ലേ? അപ്പോൾ ഇനി വരുന്ന ഈ ഒരു വിക്ക് പകരം, ഒറിജിനലി ഇതായിരുന്നു, പക്ഷേ ഈ വിക്ക് പകരം ഇപ്പോൾ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വി മൈനസ് വി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദ ലാംഡ ബിക്കംസ് ലാംഡ ഇസ് ഈക്വൽ ടു വി മൈനസ് വി എസ് ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് പറയാം. ഇത് നമ്മുടെ അപ്പാരൻ്റ് വേവ് ലെങ്ത്. ബട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പാരൻ്റ് ഫ്രീക്വൻസി. അപ്പോൾ അപ്പാരൻ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ എടുക്കുകയാണ്. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ബൈ ലാംഡ. പക്ഷെ നമ്മുടെ പുതിയ വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ ഡാഷ്, അപ്പാരൻ്റ് വേവ് ലെങ്ത്. അപ്പം ഈ ലാംഡ ഡാഷിന് പകരം ഇതിവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇതെന്ന് പറയുന്നത്. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു വി ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ.
ഓക്കെ, ആ ഒരു ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പാരൻറ്റ് ഫ്രീക്വൻസി എപ്പോഴാണ്? വെൻ ദ സോഴ്സ് ഈസ് മൂവിങ് ടുവാർഡ്സ് ദി ഒബ്സർവർ, ദെൻ വി മൈനസ് വി എസ് ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഇവിടെ വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദി വേവ്, ഇവിടെ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി വേവ്, വി എസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി സോഴ്സ് ഇൻറ്റു ന്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ ഫ്രീക്വൻസി, ഒറിജിനൽ ഫ്രീക്വൻസി വിച്ച് ഈസ് എമിറ്റഡ് ബൈ ദി സോഴ്സ്. ഇതിനെയാണ് എന്താണ് അപ്പാരൻറ്റ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ കേൾക്കുന്നത്, ഇതല്ല കേൾക്കുന്നത്. ഇതാണ് ഒറിജിനലായിട്ട് എമിറ്റ് ചെയ്യുന്നത്, ബട്ട് നമ്മൾ കേൾക്കുന്ന ഫ്രീക്വൻസി എന്താണ്? ഈ ഒരു പിച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഫ്രീക്വൻസി കൂടിയോ കുറഞ്ഞോ? സ്വാഭാവികമായിട്ടും കൂടി. അത് ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാകും. വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. വി മൈനസ് വി എസ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. ഇതിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻറ്റു ന്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കിട്ടും? ന്യൂ ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ. സോ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസിങ് വെൻ ദ സോഴ്സ് ഈസ് മൂവിങ് ടുവാർഡ്സ് ദി സ്റ്റേഷനറി ഒബ്സർവർ. അപ്പോൾ ഇതാണ് അപ്പാരൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇനി നേരെ തിരിച്ച് വേറെ എന്താ വരും? ഇനി വീണ്ടും സോഴ്സ് മൂവ് ചെയ്യാണ്, ഒബ്സർവർ ഇവിടെ സ്റ്റേഷനറിയാണ്. ഇപ്പോൾ സോഴ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണം? സോഴ്സ് മൂവിങ് എവേ ഫ്രം ദി ഒബ്സർവർ. ആ കേസിൽ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്തായിരിക്കും നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. അവിടെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ്. ദ സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ദി സ്റ്റേഷനറി ഒബ്സർവർ. ഇപ്പോൾ ഇത് ഒറിജിനലായിട്ടുള്ള, അതായത് സ്റ്റേഷനറി ആയിട്ട് രണ്ടും, അതായത് ഒബ്സർവറും സോഴ്സും സ്റ്റേഷനറിയാണ്. വി ഒ ഈസ് ഈക്വൽ ടു 0, വി എസ് ഈക്വൽ ടു 0, ആൻഡ് ഹിയർ ദ ന്യൂ വേവ്സ് ആർ പ്രൊഡ്യൂസിങ്, ദെൻ ദ വെലോസിറ്റി ഓഫ് ദ വേവ് ഈസ് വി. ഇനി ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒബ്സർവർ ഇരിക്കുന്നത്, ഇവിടെ സോഴ്സ്. അപ്പോൾ സോഴ്സ് എങ്ങോട്ട് ചെയ്തു? മൂവിങ് എവേ ഫ്രം ദി ഒബ്സർവർ, ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. ആൻഡ് ഇത് മൂവ് ചെയ്ത ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എസ് ആണ് ഇതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഒരു സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വി എസ് ആണ്. ഇനി ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് വെലോസിറ്റിക്ക് ഈക്വൽ ആയെന്ന്. അപ്പോൾ സോഴ്സ് ഒരു സെക്കൻഡിൽ ഇത് വി എസ് ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? മീൻസ് ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? വി ആയിരുന്നു. ഈ ഡിസ്റ്റൻസ് വി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര ഡിസ്റ്റൻസും കൂടി ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? വി പ്ലസ് വി എസ്. മറ്റേത് നേരത്തെ നമ്മൾ വി മൈനസ് വി എസ് ആയിരുന്നു. കാരണം എന്താണ്? സോഴ്സ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്. ഇതിപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി പ്ലസ് വി എസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാംഡ ഡാഷ് എന്തായിരിക്കും? വളരെ ഈസിയാണ്. ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു വി പ്ലസ് വി എസ് ഡിവൈഡഡ് ബൈ ന്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ്. അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പുതിയ വേവ് ലെങ്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ ഡാഷ്. ആൻഡ് വാട്ട് ഈസ് ലാംഡ ഡാഷ്? ദിസ് ഈസ് ദ ലാംഡ ഡാഷ്, വി പ്ലസ് വി എസ് ഡിവൈഡ് ബൈ ന്യൂ. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്. അപ്പാരൻറ്റ് ഫ്രീക്വൻസി ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി ബൈ വി പ്ലസ് വി എസ് ഇൻറ്റു ന്യൂ. ഓക്കെ, അപ്പോൾ ഒബ്സർവറിൽ നിന്ന് സോഴ്സ് അകലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫ്രീക്വൻസി കുറയുന്നു. ഇത് കണ്ടാൽ തന്നെ അറിയാലോ, വി ബൈ വി എസ്. ഇത് വലിയ ക്വാണ്ടിറ്റിയാണ്. ചെറിയ ക്വാണ്ടിറ്റി കൊണ്ട് വലിയ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്തു ഇൻറ്റു ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? സ്വാഭാവികമായിട്ടും ന്യൂ ഡാഷ് ഈസ് ലെസ് ദാൻ ന്യൂ. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ അകലുകയാണ്. അപ്പോൾ അതിൻ്റെ വിസിലിൻ്റെ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അകലുമ്പോൾ വിസിലിൻ്റെ പിച്ച് നമുക്ക് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം ശരിക്കുള്ള ട്രൂ ഫ്രീക്വൻസി ഈ ഫ്രീക്വൻസിയിലാണ് ആ വിസിലിൻ്റെ സൗണ്ട് വരുന്നത്. ബട്ട് നമുക്ക് കേൾക്കുന്നത് എന്താണ്? ന്യൂ ഡാഷാണ്. അത് കുറവായിരിക്കും ഈ ഒരു കേസിൽ.